ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 32, പേജ് നമ്പർ 212. യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. പദാനുപദം. യേതു യാതൊരുവരാകട്ടെ, അഭ്യുസൂയന്തഃ അസൂയാവശന്മാരായിട്ട്, മേ എൻ്റെ, ഏതത്മതം ഈ ഉപദേശത്തെ, ന അനുതിഷ്ഠന്തി അനുസരിക്കുന്നില്ലയോ, സർവജ്ഞാന വിമൂഢാൻ യാതൊരറിവുമില്ലാത്ത മൂഢരായ, താൻ അവരെ, അചേതസഃ കൃഷ്ണാവബോധമില്ലാതെ, നഷ്ടാൻ നഷ്ടന്മാരെന്ന് നശിച്ചവരെന്ന്, വിദ്ധി നീ മനസ്സിലാക്കിയാലും. വിവർത്തനം. അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരും ആയി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. കൃഷ്ണാവബോധവാനാകാതിരുന്നാലുള്ള അപാകത ഇതിൽ വിവരിക്കുന്നു. ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുമ്പോൾ അതിന് ശിക്ഷയുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ്റെ ആജ്ഞ ലംഘിക്കുന്നവനും തീർച്ചയായും ശിക്ഷാർഹൻ തന്നെ. അനുസരണക്കെട്ട അയാൾ എത്ര വലിയവനായാലും ശരി, ഹൃദയശൂന്യത കൊണ്ട് സ്വാത്മാവിനെക്കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചോ പരമാത്മാവിനെക്കുറിച്ചോ ഭഗവാനെക്കുറിച്ചോ ഒന്നും അറിയാത്തവനാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരിപൂർണതയെപ്പറ്റി അയാൾക്ക് അറിയാൻ വകയില്ല. ഹരേ കൃഷ്ണ.